മൂത്തകുന്നം HMDP സഭയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 171ാമത് ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷത്തിന്റെ ഭാഗമായി മല്യങ്കര SNM കോളേജിലെ ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ വിവിധ മത്സരങ്ങൾ സംഘടിപ്പിച്ചു. ശ്രീനാരായണ ഗുരുദർശനം സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തെ മുൻനിർത്തിക്കൊണ്ട് SNM കോളേജിൽ 1996 മുതൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം. ഓഗസ്റ്റ് 12, 13 തീയതികളിലായി ശ്രീനാരായണ ഗുരുവിന്റെ ദർശനവും ജീവിതവും കൃതികളും മുൻനിർത്തിക്കൊണ്ട് ഗുരുകൃതി പാരായണം, പ്രസംഗം, ഉപന്യാസ രചന, പെൻസിൽ ഡ്രോയിങ് തുടങ്ങിയ മത്സരങ്ങളാണ് നടത്തിയത്. ഒന്നാം ദിവസമായ ഓഗസ്റ്റ് 12 രാവിലെ മത്സരങ്ങളുടെ ഉദ്ഘാടനവും വിവിധ വിഭാഗങ്ങളിലുള്ള വിദ്യാർത്ഥികളുടെയും അധ്യാപക അനധ്യാപകരുടെയും പ്രസംഗം, ഗുരുകൃതി പാരായണം എന്നീ മത്സരങ്ങളും നടന്നു. HMDP സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും വേണ്ടി സംഘടിപ്പിച്ച മത്സരങ്ങൾ HMDP സഭാ പ്രസിഡന്റ് KV ആനന്ദൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു. എല്ലാ തരത്തിലുള്ള യോഗ്യതകളും നേടി വിദ്യാഭ്യാസ രംഗത്ത്, അതുപോലെ തന്നെ എല്ലാവരും ജോലിക്കാരായിരിക്കുവാനും എന്തെങ്കിലുമൊക്കെ നല്ല ജോലികൾ കിട്ടുന്ന അവസ്ഥയിലെത്തി. അതെല്ലാം അന്ന് ശ്രീനാരായണ ഗുരുദേവന്റെ ഉപദേശം HMDP സഭ സ്വീകരിച്ചതുകൊണ്ടുണ്ടായ നേട്ടങ്ങളാണ്. നമുക്കിതുകൊണ്ട് നിർത്താൻ പാടില്ല. കൂടുതൽ കാര്യങ്ങൾ, ഈ കാര്യങ്ങളൊക്കെ ഇപ്പോഴത്തെ തലമുറയ്ക്ക് അറിയാതെ ഉണ്ടെങ്കിൽ അതിനും കൂടിയാണ് ഈ ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം ഇതുപോലുള്ള മത്സരങ്ങളൊക്കെ നടത്തുന്നത്, അവരുടെ ആഭിമുഖ്യത്തിൽ നടത്തുന്നത്. അപ്പോൾ നമുക്ക് ഗുരുദേവനെ പറ്റി തീർച്ചയായും അറിയണം, അദ്ദേഹത്തിൻ്റെ മഹത്വം എന്താണെന്ന് അറിയണം, പ്രവർത്തനം അറിയണം, ആ കാലഘട്ടങ്ങളിലെ പ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം ഏതായിരുന്നു എന്നുള്ളത് ഇന്നത്തെ തലമുറ കേരളത്തിൽ മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ആദർശങ്ങൾ അത് ലോകത്തിന് മുഴുവനും മാതൃകയായിട്ടുള്ളതാണ്. HMDP സഭാ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണം നടത്തി. SNM കോളേജ് പ്രിൻസിപ്പൽ ഇൻചാർജും ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം പ്രസിഡന്റുമായ ഡോക്ടർ TH ജിതയുടെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ SNM കോളേജ് മാനേജർ D മധു, SNM IMT മാനേജർ KS സന്തോഷ് കുമാർ, HDP സഭാ മാനേജർ സുനിൽ കുമാർ, ശ്രീനാരായണ ഗുരുജയന്തി ആഘോഷ കമ്മിറ്റി കൺവീനർ CG ജയറാം, SNM കോളേജ് മലയാള വിഭാഗം അധ്യക്ഷ ശ്രീജ PR തുടങ്ങിയവർ സംസാരിച്ചു. തന്നെയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും മലയാളിക്ക് ഏറ്റവും വലിയ ഓണം എന്ന് പറയുന്നത് നാരായണ ഗുരു ജയന്തിയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പൊ ആ ഒരു വലിയ ഓണം പോലെ തന്നെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഒരുപക്ഷെ അതിനേക്കാളും സാംസ്കാരികമായിട്ട് ആലോചിക്കുമ്പോൾ വളരെ പ്രാധാന്യമുള്ള നാരായണ ഗുരു ജയന്തി, ആ ഗുരു ജയന്തി ആഘോഷങ്ങളുടെ ഒരു തുടക്കം എന്ന് തന്നെ പറയാം. HMDP സഭ വിപുലമായി നടത്തുന്ന ആ ആഘോഷ പരിപാടികളിൽ ഈ മത്സരങ്ങളോട് കൂടിയിട്ടാണ് നമ്മൾ എല്ലാ പ്രാവശ്യവും തുടങ്ങാറ്. അത് നമ്മുടെ സ്റ്റഡി സെന്ററിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷകരമായിട്ടൊരു വസ്തുതയാണ്. ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രത്തിലെ പ്രസിഡന്റ് എന്ന നിലയിലും ഒപ്പം ഈ കോളേജിന്റെ പ്രിൻസിപ്പൽ എന്ന നിലയിലും എനിക്ക് ഏറെ അഭിമാനകരവും സന്തോഷകരവുമായിട്ടൊരു വസ്തുതയാണ് ഈ ഒരു തുടക്കത്തിലുള്ള അവസരം എല്ലായ്പ്പോഴും ബഹുമാനപ്പെട്ട സഭ വിശ്വസിച്ച് നമ്മളെ ഏൽപ്പിക്കുന്നു എന്നുള്ളത് ഏറ്റവും ഭംഗിയായിട്ട് തന്നെ നമ്മൾ നടത്തിക്കൊണ്ട് പോരാറുണ്ട്. അതിന് സഭയോടുള്ള ഒരു നന്ദി. കാരണം ഈ എല്ലാ സ്ഥാപനങ്ങളെയും ചേർത്ത് ഇങ്ങനൊരു പ്രോഗ്രാം നടത്തുന്നതിന് വേണ്ട എല്ലാ പിന്തുണയും സാമ്പത്തികമായിട്ടാണെങ്കിലും അല്ലാതെയാണെങ്കിലും ഒക്കെയുള്ള എല്ലാ സപ്പോർട്ടും സഭ നൽകുന്നതുകൊണ്ട് മാത്രമാണ് നമുക്ക് ഇത്രയും നന്നായിട്ട് നടത്താനായിട്ട് സാധിക്കുന്നത്. HMDP സഭയുടെ കീഴിലുള്ള വിവിധ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ വിദ്യാർത്ഥികളും അധ്യാപകരും ഉദ്ഘാടന ചടങ്ങുകളിലും മത്സരങ്ങളിലും പങ്കെടുത്തു. SNM കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ EK പ്രകാശൻ, SNM കോളേജിലെ സംസ്കൃത വിഭാഗം അധ്യാപകനായ ഡോക്ടർ PG രഞ്ജിത്ത്, പറവൂർ SNV സംസ്കൃത ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപികയായിരുന്ന ജയശ്രീ VP, പറവൂർ LPGSലെ പ്രധാന അധ്യാപികയായിരുന്ന വത്സല KP, മലപ്പാട് ശ്രീരാമ പോളിടെക്നിക് സിവിൽ എഞ്ചിനീയറിംഗ് വിഭാഗം മേധാവിയും ലൈഫ് സ്കിൽ പരിശീലകയുമായ CT ജയലക്ഷ്മി, പറവൂർ മാർ ഗ്രിഗോറിയോസ് കോളേജ് അധ്യാപികയായിരുന്ന ഗോപിക പ്രദീപ് എന്നിവർ വിധികർത്താക്കളായ മത്സരങ്ങൾ ഗുരുദർശനത്തിന്റെ മൂല്യം വിദ്യാർത്ഥി സമൂഹത്തിലേക്ക് പകർത്തുന്നതായിരുന്നു. മത്സരങ്ങളുടെ രണ്ടാം ദിവസമായ ഓഗസ്റ്റ് 13 വിദ്യാർത്ഥികൾക്കായി ഉപന്യാസ രചന, പെൻസിൽ ഡ്രോയിങ് എന്നീ മത്സരങ്ങൾ നടത്തി. ശ്രീനാരായണ പഠന ഗവേഷണ കേന്ദ്രം സെക്രട്ടറി ഷിജി TS, മലയാള വിഭാഗം അധ്യാപകരായ വിജി MP, രാഗി ശേഖരൻ, സജീവ് സദാനന്ദൻ, സോനു വി സാഗർ, സ്വയംപ്രഭ, ഗണിത വിഭാഗം അധ്യാപികയായ നിനു S ലാൽ, സുവോളജി വിഭാഗം അധ്യാപിക അർച്ചന KS, ഫിസിക്സ് വിഭാഗം അധ്യാപകൻ നമിത് നവകൃഷ്ണൻ, സ്വാശ്രയ വിഭാഗം അധ്യാപകരായ ഷാരി KG, പ്രിയ MR,
എന്നിവർ മത്സരങ്ങൾക്ക് നേതൃത്വം നൽകി. മത്സരങ്ങളിൽ വിജയികളായവർക്കുള്ള സമ്മാനങ്ങൾ ഗുരുജയന്തി ദിനമായ സെപ്റ്റംബർ 7-ന് HNDP സഭയുടെ നേതൃത്വത്തിൽ SNM ഓഡിറ്റോറിയത്തിൽ നടത്തുന്ന ആഘോഷ പരിപാടിയിൽ വിതരണം ചെയ്യും.